അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു വര വരച്ചാൽ ആ വരയെ ചെറുതാക്കാനുള്ള എളുപ്പവഴി അതിന്റെ മുകളിൽ വേറൊരു വര വരച്ചാൽ മതി. അതിനേക്കാൾ വലിയൊരു വര വരച്ചാൽ ആദ്യത്തെ വര ചെറുതാവും. ഇത് തന്നെയാണ് 9/11 സംബന്ധിച്ചും ഉണ്ടായത്. നമ്മളൊക്കെ വിചാരിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 9/11 ട്രാജഡിയാണ്, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതാണ് എന്ന്. പിന്നെ 2 ടവറുകൾ തകർന്നു, 3000-ഓളം മനുഷ്യർ മരിച്ചു. പിന്നെ അതിനുശേഷം അതിന്റെ പേരിൽ ഇറാഖിൽ യുദ്ധമുണ്ടായി, പലയിടത്തും പിന്നെ മാറ്റങ്ങളുണ്ടായി. മിഡിൽ ഈസ്റ്റ് പിന്നെ പല രീതിയിൽ അത് പിന്നെ കുഴപ്പത്തിലേക്ക് പോയി. പിന്നീട് ഈ ഇത്രയും വർഷത്തിന് ശേഷവും ലോക പഴയ സ്ഥിതിയിൽ എത്തിയിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത്, ലോക രാഷ്ട്രീയ രംഗത്ത് എല്ലാം മാറ്റങ്ങൾ വന്നു. അപ്പൊ അത്രയും വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവും നമ്മൾ ആരും വിചാരിച്ചതല്ല. പക്ഷേ ഈ 4-5 മാസം മുമ്പ് കോവിഡ് വന്നതോടുകൂടി ഈ 9/11 ഒന്നുമല്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നു. വളരെ ചെറിയൊരു കാര്യമാണ് 9/11. അത് 3000 പേര് മരിച്ചതേ ഉള്ളൂ, ചെറിയ 2 കെട്ടിടങ്ങൾ വീണതേ ഉള്ളൂ. ചെറിയ ഒരു പിന്നെ ഭൂവിഭാഗത്തിൽ ഒതുങ്ങി നിന്ന ഒരു കാര്യമായി അത് മാറി. ഇന്നിപ്പോൾ ഇത് ആഗോളതലത്തിൽ പിന്നെ കോവിഡ് നമ്മെ നാശം വിതയ്ക്കുന്നു, നമ്മുടെ ജീവിതത്തെ എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു, ലോകമെങ്ങും മാറ്റം ഉണ്ടാക്കി. ഇത്രയും വലിയൊരു സംഭവം വാസ്തവം പറഞ്ഞാല് ഈ 2-3 നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായോ എന്ന് സംശയമുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശേഷം ഇതുപോലെ ലോകമെങ്ങും മാറ്റം വരുത്തിയ ഒരു കാര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. ലോകമഹായുദ്ധങ്ങൾക്ക് പോലും ഇത്രയധികം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. അപ്പം പറഞ്ഞു വരുന്നത് 9/11 വാർഷികമാണ്, പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷികമാണ് മറ്റന്നാള്. അപ്പൊ അതിനെപ്പറ്റി ഇന്നും നാളെയും അതേപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രത്യേകിച്ച് അത് നേരിട്ട് കണ്ട മീൻസ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അടുത്ത് കണ്ട ഒരാളെന്ന നിലയിൽ, അതിനെപ്പറ്റി ധാരാളം എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിനെപ്പറ്റിയുള്ള ചില പിന്നെ കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വൈദികരുടെ പീഡനത്തെ പറ്റി പിന്നെ തരികിടയിൽ പരാമർശിക്കുകയുണ്ടായി. അതിന് ചില പ്രതികരണങ്ങൾ കിട്ടി. പ്രധാനമായിട്ടും അത് സഭയൊക്കെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ വൈദികരൊക്കെ ന്യായീകരിക്കുന്നതാണെന്നുള്ളൊരു ധ്വനിയോടുകൂടിയാണ് പലരും പ്രതികരിച്ചത്. അങ്ങനെ പ്രത്യേകിച്ച് ന്യായീകരിക്കേണ്ട കാര്യങ്ങളില്ല. തെറ്റ് തന്നെ. ആര് ചെയ്താലും, വൈദികർ ചെയ്താലും, സഭ ചെയ്താലും, ആര് ചെയ്താലും അത് അക്കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. പുള്ളിത്തിങ് നമ്മൾ അമേരിക്കയിലെ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. അമേരിക്കയിൽ നടന്ന ചില വാർത്തകൾ, ആ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, പൊതുവായിട്ടുള്ള ധാരണകൾ എന്നല്ലാതെ അവയ്ക്കപ്പുറം അതിനൊരു അർത്ഥമില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇന്ന് 9/11 പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം എന്റെയൊക്കെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു നിൽക്കുന്നത്, ഈ 9/11 ഏകദേശം ഒരു 100-120ഓളം സൗത്ത് ഏഷ്യൻസ് മരിക്കുകയുണ്ടായി. ഈ 3000 പേര് മരിച്ചതിൽ ന്യൂയോർക്കിലും പിന്നെ പെന്റഗണിലും പെൻസിൽവേനിയയിലുമായിട്ട് ഈ മരിച്ച 3000ഓളം പേരിൽ ഏകദേശം ഒരു 120 പേരാണ് സൗത്ത് ഏഷ്യൻസ്, അതായത് ഇന്ത്യക്കാര്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പിന്നെ ശ്രീലങ്ക, ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവര്. അതിലൊരു 50 പേരില് 50ഓളം പേര് ഇന്ത്യക്കാരുണ്ടായിരുന്നു. പിന്നെ മലയാളികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4 പേരെയാണ് പിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അവരിൽ പ്രധാനമായിട്ടും ഒരു പേര് എപ്പോഴും പിന്നെ നിരന്തരമായിട്ട് പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം എഴുതപ്പെട്ട ഒരു പേരാണ് ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പ്. പിന്നെ അവര് ന്യൂയോർക്ക് പിക്കപ്പ് സിയിലാണ് അവരുടെ വീട്, അവരുടെ കുടുംബം. അടുത്തിടയ്ക്ക് അവരുടെ ഫാദർ മരിച്ചു പോയിരുന്നു, ഡോക്ടർ കൊച്ചിയിൽ ഫിലിപ്പ്. അപ്പൊ മരിച്ച ആ സമയത്ത് ഞാനും പോയിരുന്നു. അപ്പോഴാണ് അവിടെ വെച്ച് പിന്നെ നടി സജിനിയെ കണ്ടു. സജിനിയുടെ അമ്മാവനാണ്, അതറിയത്തില്ലായിരുന്നു. അവിടെ വെച്ചാണ് അത് മനസ്സിലാകുന്നത്. അപ്പം ആ ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പിന്റെ കഥ, അതേപ്പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് പറയുന്നത്. ഈ ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പ് ജീവിച്ചിരുന്നെങ്കിൽ അവരെ പിന്നെ അന്ന് 9/11 സംഭവിക്കുമ്പോൾ അവർക്ക് 31 വയസ്സ്, ഇപ്പൊ 19 വർഷം കഴിഞ്ഞിരിക്കുന്നു. നാച്ചുറലി ഇപ്പൊ 50 വയസ്സ്. ഇപ്പൊ ജീവിതത്തിന്റെ ആ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടത്തിൽ എത്തേണ്ടതായിരുന്നു അവര്. പക്ഷെ നിർഭാഗ്യവശാൽ കാലം ആ 31 വയസ്സിൽ അവിടെ അവസാനിച്ചു. അവരുടെ പിന്നെ 2-3 വർഷം മുമ്പ് ഞാൻ അവരുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ സ്നേഹയുടെ മുറി അതുപോലെ തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞുകൂടാ. കാരണം
വേറെ ആരും അത് ഉപയോഗിക്കാനില്ല. അത് അതുപോലെ അന്ന് സ്നേഹ ഇറങ്ങിപ്പോയപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പൊ പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളാണ്, ചില മിസ്റ്ററി കടങ്കഥ. ഈ 9/11 പൊതുവിൽ മിസ്റ്ററി ഒന്നും നമുക്ക് പിന്നെ കാണാനില്ല, പക്ഷെ ഈ ഒരു സംഭവത്തിൽ വളരെ മിസ്റ്ററി ഉണ്ട്. കാരണം ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പിനെ കാണാതാകുന്നത് സെപ്റ്റംബർ 10-നാണ്. അതിനുശേഷം അവരെ കണ്ടിട്ടില്ല. സെപ്റ്റംബർ 10 ഈ 9/11 സംഭവിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സെപ്റ്റംബർ 11 രാവിലെ 8:45-9 ആ സമയത്താണ് വിമാനങ്ങൾ വന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ച് വേൾഡ് ട്രേഡ് സെന്റർ തകരുന്നത്. അപ്പൊ സെപ്റ്റംബർ 10-ന് കാണാതായ ഒരാൾ ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഈ ഇന്റേണൽ മെഡിസിൻ റെസിഡൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ സ്നേഹ. അവർ താമസിക്കുന്ന അവിടെ ബാറ്ററി പാർക്ക്, വേൾഡ് ട്രേഡ് സെന്ററിനടുത്ത് ബാറ്ററി പാർക്കിലായിരുന്നു അവരും ഭർത്താവ് ഡോക്ടർ റോൺ ലീബർമാനും. അപ്പൊ പിറ്റേന്ന് അവധിയോ മറ്റോ ആയതുകൊണ്ട് അവര് തലേന്ന് നേരത്തെ വീട്ടിലെത്തി. അതിനുശേഷം പിന്നെ പുറത്തു പോകുന്ന അവിടുത്തെ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. വൈകിട്ട് ഒരു 5-5:15 മറ്റോ ആ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുൻവശത്തുള്ള ഒരു സെഞ്ചുറി 21 ഇപ്പോഴും ആ സ്റ്റോർ ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നു. ആ സ്റ്റോർ അവിടെ പോയി എന്തോ സാധനങ്ങളൊക്കെ വാങ്ങി. അവിടുന്ന് ഇറങ്ങുന്ന ഒരു 7:15 ടൈം കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്ത സമയം കാണിക്കുന്നുണ്ട് 7:15. അതിനുശേഷം വീട്ടിലേക്ക് വന്നതുപോലെയാണ് കാണിക്കുന്നത്. അതോ സഹോദരന്റെ വീട്ടിൽ പോയി അടുത്ത് തന്നെ താമസിച്ചിരുന്ന സഹോദരന്റെ വീട്ടിൽ പോയി എന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അത് അവരാണെന്നുള്ളൊരു ധാരണയുണ്ട്. എങ്ങനെയായാലും രാത്രിയിൽ ഡോക്ടർ ലീബർമാൻ വരുമ്പോൾ ഇവര് അവിടെ ഇല്ല. അപ്പം സഹോദരന്റെ വീട്ടിൽ പോയിരിക്കാം. അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട്. സഹോദരനും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ അതേപ്പറ്റി അത്ര ശ്രദ്ധിച്ചതുമില്ല. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ക്യാമറയില് പിന്നെ സ്നേഹയെപ്പോലെ ഒരാള് ഈ വീടിന്റെ മുന്നിലെ ക്യാമറയിൽ സ്നേഹയെപ്പോലെ ഒരാൾ നടന്നു വരുന്നതും പിന്നെ വീട്ടിലേക്ക് കയറി പോരുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. അത് പക്ഷെ ഉറപ്പായിട്ട് അത് കാണാനായിട്ട് വ്യക്തമായിട്ട് തെളിയുന്നില്ല. പക്ഷെ ഡോക്ടർ ലീബർമാനും ഒക്കെ വിശ്വസിക്കുന്നത് ഡോക്ടർ സ്നേഹ തന്നെയാണ് വന്നത്. ആ സമയത്താണ് ഇവർ കയറി വരുന്ന ആ സമയത്താണ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആക്രമണം ഉണ്ടാകുന്നത്. നാച്ചുറലി ഇവരൊരു ഡോക്ടറാണ്. തീർച്ചയായിട്ടും ഒരു ആക്രമണം അല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ പരിക്കേറ്റവരും രോഗികളും ഉണ്ടാകും, ആവശ്യക്കാരുണ്ടാകും എന്ന് കരുതി അങ്ങോട്ട് പോയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ സംഭവത്തിൽ അവിടെ കെട്ടം വീണതിൽ മരിച്ചിരിക്കാം എന്നാണ് ധാരണ. അപ്പം അന്ന് ഓർക്കുന്നുണ്ട്, അന്ന് ഏകദേശം ഒരു 10-15 മൈൽ അകലെയായിരുന്നു ഞാൻ താമസിച്ചിരുന്ന ബ്രോങ്സിൽ. ആ സമയത്ത് ഒരു 400 ഫയർ ഫൈറ്റേഴ്സ് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് TV കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കെട്ടിടം എല്ലാം കൂടെ വീണു. അപ്പൊ നാച്ചുറലി ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചു നമ്മളൊക്കെ അന്ന് അതിശയിക്കുകയും ചെയ്തു പോയി. അങ്ങനെ ആ അപകടത്തിലേക്ക് നേരിട്ട് ചെന്ന് ചാടുന്ന ചിലര്, ചാടപ്പെട്ടു പോയ ചിലര്, അതിലൊരാളായിരിക്കാം ഡോക്ടർ സ്നേഹം എന്നുള്ളത് സന്ദേഹമില്ലാത്ത കാര്യം. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് ഒരിക്കലും ഡോക്ടർ സ്നേഹയെ പറ്റി ആരും അറിഞ്ഞിട്ടുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യമൊക്കെ ഈ ഫാമിലിക്ക് ഇവര് 9/11 മരിച്ചു എന്ന് പറയാൻ താല്പര്യമില്ലായിരുന്നു. കാരണം 9/11 ഒരുപാട് പേര് മരിച്ചു. അപ്പൊ അതിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷണമൊന്നും കിട്ടത്തില്ല, ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോ ആ രീതിയിലല്ലാതെയാണ് ഇവരെ അന്വേഷണം നടത്തുന്നത്, പോലീസിലൊക്കെ പരാതി കൊടുക്കുന്നത് തുടക്കത്തില്. പിന്നീട് ഇവര് തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും മറ്റൊക്കെ നടത്തുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും സ്നേഹയെ പറ്റി യാതൊരു വിവരവുമില്ല. ചില ഈ പരാമർശങ്ങളൊക്കെ വന്നുവെങ്കിലും ഒരിക്കലും ഒരിടത്തും ആരും കണ്ടെത്തിയില്ല. അങ്ങനെ വന്നതോടുകൂടി ഇവരുടെ പേര് ഇവിടെ മരിച്ചവരിൽ ഉൾപ്പെടുത്തി. കാരണം ഇവിടെയല്ല, അങ്ങനെ അല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ മരിക്കാൻ സാഹചര്യം ഉണ്ടാകാനില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ സ്നേഹയ്ക്ക് വേണ്ടി ഒരു സംസ്കാര ശുശ്രൂഷ പിക്കപ്പ് സിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അന്ന് ഞാനും പോവുകയുണ്ടായി. അവിടെ സംസ്കാരത്തിന് ഒന്നുമില്ല, ശരീരഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും 1200 പേരുടെ ശവശരീരങ്ങൾ, അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ ന്യൂയോർക്ക് മെഡിക്കൽ എക്സാമിനറുടെ കയ്യിൽ ഉണ്ട്. അതൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവരാരാ, മരിച്ചവരാരാന്ന് അറിഞ്ഞുകൂടാ. അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇന്ന് ഞാൻ ഓർക്കുന്നത്, അന്ന് മരിച്ച ചിലരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടുകയോ ചെയ്തു. The new owner at Toyota City in Mamaroneck. Welcome to Toyota City, Westchester County's newest Toyota dealership. We're a family-owned and operated business, looking forward to serving this community for many years to come. And since we took over, all we've tried to do is base our business on 3 things. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time
and we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York. मैं आप सबको टोयोटा सिटी मेमरोनिक में स्वागत करता हूँ Toyota Cityയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഡീലർഷിപ്പ്. and we are here for you. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. Come see us. You're going to see why everyone is saying, I love this city. അപ്പൊ ആ വീട്ടുകാർക്കൊക്കെ അത് വലിയൊരു സന്തോഷമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഡെഡ് ബോഡി കിട്ടിയത്, ഒരാൾ മരിച്ചതിന്റെ ബോഡി കിട്ടിയത് മറ്റൊന്നും കൊണ്ടുമല്ല, കാരണം പലർക്കും അത് കിട്ടുന്നില്ല. ഈ ബോഡി കിട്ടുക അല്ലെങ്കിൽ ഇത് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോഷറാണ്, അവിടെ കൊണ്ട് അവസാനിച്ചു. അവിടെ നമ്മൾക്കൊരു ഫൈനാലിറ്റി ഉണ്ടായി. നേരെ മറിച്ച് ഒരാൾ മരിച്ചു, ഒരാൾ അതിനെപ്പറ്റിയുള്ള യാതൊരു ധാരണയും നമുക്ക് കിട്ടുന്നില്ല. അയാൾ എവിടെ പോയി ഒന്നുമില്ല, അതിന്റെ ഒരു തെളിവും നമുക്കില്ല. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചല്യം കിടക്കും, മരിച്ചോ മരിച്ചില്ലയോ, എന്താണ് സംഭവിച്ചത്. ആ ഒരു ഫൈനാലിറ്റി അവർക്ക് വരുന്നില്ല, ഒരു ക്ലോഷർ വരുന്നില്ല. അപ്പൊ അന്ന് അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു. ഈ ഡെഡ് ബോഡി കിട്ടിയവർക്കൊക്കെ വളരെ മറ്റവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസം. അപ്പൊ മരണത്തിൽ പോലും ആശ്വാസം കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് അതിശയമായിട്ട് തോന്നുന്നത് ഈ കമ്പാരിസൺ വരുമ്പോൾ. ഇനി സ്നേഹയുടെ കാര്യം വരുമ്പോൾ ആദ്യത്തെ 2 വർഷം, അപ്പം സ്നേഹയുടെ ആദ്യത്തെ 2 വർഷം ഇവരുടെ പേര് വിളിക്കുകയും ആ ചടങ്ങിൽ വെച്ച് എല്ലാ വർഷമുള്ള ആ പതിവ് ചടങ്ങിൽ വെച്ച് ഇവരുടെ പേര് വിളിക്കുകയും ഇവർ അവിടെ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്തു. ആദ്യത്തെ 1-ാം വാർഷികത്തിലാണ് സംസ്കാരം ഒരു സിംബോളിക്കായിട്ട് സംസ്കാര ശുശ്രൂഷ നടത്തിയത്. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂയോർക്ക് മെഡിക്കൽ എക്സാമിനർ തീരുമാനിച്ചു ഈ സ്നേഹ മരിച്ചതിന് വ്യക്തമായ തെളിവുകളില്ല, കാരണം തലേ ദിവസമാണ് ഇവരെ കാണാതായത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതിനെതിരെ ഫാമിലി കോടതിയിൽ പോയി. സിംഗിൾ ജഡ്ജി ആദ്യം അതിനെതിരെ അത് അനുകൂലിച്ചില്ല, മെഡിക്കൽ എക്സാമിനറുടെ തീരുമാനത്തിന് അനുകൂലമായിരുന്നു. പിന്നീട് അപ്പീലിൽ ഹയർ കോടതി കുടുംബത്തിന് അനുകൂലമായിട്ട് വിധിച്ചു. അങ്ങനെ സ്നേഹയുടെ പേര് ഇപ്പൊ ചെന്നാൽ നമുക്ക് കാണാം, അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ 9/11 മെമ്മോറിയലിൽ അവിടെ ആ പൂളിൽ അവിടെ അതിന്റെ സൈഡിൽ കൊത്തിവെച്ചതിൽ 2750-ാമത്തെ ഇരയായിട്ട് ഡോക്ടർ സ്നേഹയുടെ പേരും അവിടെ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് കുടുംബത്തിന്റെ ഒരുപാട് പോരാട്ടത്തിന്റെ ഒക്കെ ശേഷമാണ് ഇത് ഈ നിസ്സാര ഒരു കാര്യം പോലും സംഭവിച്ചത്. കുടുംബത്തിനാകട്ടെ നഷ്ടപരിഹാരമൊന്നും സാധാരണ എല്ലാവർക്കും തന്നെ നഷ്ടപരിഹാരമൊക്കെ കിട്ടി, പക്ഷെ ഇവർക്ക് അതുപോലും കിട്ടുകയുണ്ടായില്ല. അതില് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ 1-2 കാര്യമാണ്. അതിൽ ഈ ഡോക്ടർ ലീബർമാൻ, അദ്ദേഹം യഹൂദ വംശജനാണ്, അപ്പൊ അദ്ദേഹം ഡോക്ടറാണ്. അപ്പൊ ആദ്യം മുതൽ ഈ കുടുംബത്തോടൊപ്പമാണ് ലീബർമാൻ നിൽക്കുന്നത്. ഈ ആ കുടുംബത്തിന്റെ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാ കാര്യത്തിലും ഡോക്ടർ ലീബർമാനും മുന്നിലുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കുന്നത്. അപ്പൊ അന്ന് ഈ ഡോക്ടർ സ്നേഹയുടെ ഫാമിലി പറയുമായിരുന്നു, അമ്മയൊക്കെ പറയുമായിരുന്നു, അവരോടൊക്കെ നിർബന്ധിച്ചിട്ടാണ് വീണ്ടും വിവാഹം കഴിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ വലിയ സനാതന ധർമ്മവും ആർഷഭാരത സംസ്കാരവും ഒക്കെ പറയുന്ന ഇന്ത്യക്കാർ പലരും ഒരു ഭാര്യ മരിച്ചിട്ട് 1 വർഷം പോലും കാത്തു നിൽക്കാതെയാണ് വിവാഹം കഴിച്ചത്. പല ഇന്ത്യക്കാരും ചെയ്ത കാര്യമാണത്. അത് നമ്മൾ വലിയ പൊങ്ങച്ചൊക്കെ പറയും. അപ്പൊ അത് വെറും ഭാര്യയല്ല, 1-2 മില്യണൊക്കെ മരണത്തിലും 1-2 മില്യണൊക്കെ തന്നിട്ട് പോയ ഭാര്യയാണ്. അവരെ 1 വർഷം പോലും കാത്തിരിക്കാൻ ഉള്ള ക്ഷമ പോലും കാണിക്കാതെ പോയ ഇന്ത്യക്കാർ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പം ഇതില് കണ്ട ആ നല്ല വശങ്ങള്, ലീബർമാനെ പോലുള്ള അങ്ങനെയുള്ള ആ നല്ല വശങ്ങള് തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെ. അങ്ങനെ നമ്മളെപ്പോലല്ല എല്ലാവരും, നമ്മൾ ഓർക്കും ഇവിടെ അമേരിക്കക്കാര് എല്ലാം ബന്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തവരാണെന്നും മറ്റുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരം സ്റ്റോറികൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഇവരുടെ ഫാമിലി പറയുന്നത് എല്ലാ വർഷവും ഇപ്പം ഈ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടർ ലീബർമാൻ ഇപ്പോഴും വരും. പ്രത്യേകിച്ച് ഈ സമയത്ത് 9/11 സമയത്ത് ഈ ഫാമിലിയോടൊപ്പം വരും. പക്ഷെ ഇക്കൊല്ലം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അവരുമായിട്ട് ബന്ധപ്പെടാൻ ഒട്ട് കഴിഞ്ഞുമില്ല. എന്തായാലും ഈ ഒരു സംഭവം ഡോക്ടർ സ്നേഹ മരിച്ച 3 മലയാളികൾ കൂടിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഒന്ന് ഒരു എബ്രഹാം മത്തായി, വത്സ ഫിലിപ്പ്, ഒരാൾ കൂടി മരിച്ചു. അങ്ങനെ 4 പേരാണ് 4 പേര് മരിച്ചതായിട്ടാണ് നമ്മുടെ കണക്കിലുള്ളത്. ബാക്കിയുള്ള ഇന്ത്യക്കാരാണ് കൂടുതലായും മരിച്ചത്. അവരെ പറ്റിയും ഓർക്കുന്ന പല കഥകളുണ്ട്, പല സംഭവങ്ങളുമുണ്ട്. പല ഇന്ത്യക്കാരുടെയും ഇപ്പൊ രാജേഷ് മിർപൂരി, അദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ ന്യൂയോർക്കിൽ തന്നെ, ഇവിടെ അടുത്ത് തന്നെ എപ്പോഴും താമസമുണ്ട്. ഫാദറും മദറേ ഉള്ളൂ. 30 വയസ്സോ 31 വയസ്സോ ഉണ്ട്. അദ്ദേഹം ഒറ്റ പുത്രനാണ്, ഒറ്റ സന്താനമാണ്, വേറെ മക്കളില്ല.
അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഈ പത്രക്കാരുടെ ഒരു പരിപാടിയുണ്ട്. ഓരോ വർഷവും ഈ ആനിവേഴ്സറി ആകുമ്പോൾ അവരെല്ലാം വീട്ടിൽ ചെന്ന് അവരെ ശല്യം ചെയ്യുക. ഈ ആളുകൾ മറന്നുപോയാലും മരിച്ചവരെ പറ്റിയൊക്കെ ഉള്ള ആളുകൾക്ക് പിന്നെ ഓർക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഈ പത്രക്കാർ അങ്ങോട്ട് ചെന്ന് ശല്യപ്പെടുത്തിയത് ഓർമ്മകൾ കുത്തിപ്പോക്കും. 10, 15 അല്ല 20 വർഷം കഴിഞ്ഞത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ട് ചെന്ന് ഈ ശനിയന്മാര് അതൊരു പത്രക്കാർ മറന്നു പോവില്ല, വീട്ടുകാർ മറന്നുപോയാൽ കൂടി. അപ്പൊ ആ വീട്ടില് ചെന്ന് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടില് 15, 16 വർഷമായപ്പോ ആ സമയത്ത്. അപ്പൊ അപ്പോഴും അവരാ എന്താ പറയാ, അവരുടെ ജീവിതം ഓഫ് കോഴ്സ് മുന്നോട്ട് പോകുന്ന ഒരു ഏകസന്താനമാണ്. ഇല്ല പിന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്ന് അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ പേരന്റ് ഫാദർ പറയുകയാണ്, അന്ന് പതിവില്ലാതെ അമ്മയോട് വളരെ ലോഹ്യമൊക്കെ പറഞ്ഞാണ് പയ്യൻ പോകുന്നത്. 30, 31 വയസ്സ് പോയി, അത് തിരിച്ചു വരാനായില്ല. ഇന്നും ആ ഫാമിലി അതുപോലെ വ്യത്യാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ പേരൻസ് ഒക്കെ ഓൾഡ് പേരൻസ് ആണ്. അപ്പം ഈ നഷ്ടപരിഹാരമൊക്കെ എന്ത് ചെയ്തു എന്ന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, വല്ല എൻഡോവ്മെന്റോ അല്ല വല്ല സ്കോളർഷിപ്പോ പദ്ധതികളോ ഒക്കെ നടത്താൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, വേണേൽ തനിക്ക് തന്നേക്കാം. ഞാൻ പറഞ്ഞു, ഏതായാലും എനിക്ക് വേണ്ട, ഞാൻ പത്രക്കാരന്റെ ആ ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. നേരെ മറിച്ച് വേറെ 2, 3 പേര് മരിച്ച ചില സംഭവങ്ങളുണ്ട്. 2, 3 ഉദാഹരണത്തിന് വേറൊരു സംഭവം, ഒരമ്മയുടെ വിവാഹത്തിന്റെ 17-ാം ദിവസം ആ ഭർത്താവ് മരിച്ചു. ഭാര്യയൊക്കെ അന്ന് അമേരിക്കയിലല്ലാരും തോന്നുന്നു, അവർ അതിന് ശേഷമാണ് വന്നതെന്ന് തോന്നുന്നു. ഈ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് 10 പൈസ കൊടുത്തില്ല. അപ്പൊ അമ്മ വളരെ ഖേദത്തോടെ പറയാം, ഇവള് പാടെ 17 ദിവസമായിട്ടുള്ള വിവാഹം കഴിച്ചിട്ട് അവര് അധികം ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോലും ഇല്ല, എന്നിട്ട് ഒരു 10 പൈസ പോലും അമ്മയ്ക്ക് കൊടുക്കുക പോലും ചെയ്തില്ല എന്ന് അവർ ഖേദപൂർവ്വം പറയുകയും ഉണ്ടായി. ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ നമുക്ക് പല സംഭവങ്ങളും നമുക്കറിയാം. ഈ പൈസയ്ക്ക് വേണ്ടി, ഈ സംഭവം ഉണ്ടായതിനു ശേഷം പൈസയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റുകൾ, അത് ചില നമുക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അക്കാര്യത്തിലുണ്ട് താനും. അത് ഈ പണത്തിന്റെ കാര്യം വരുമ്പോൾ ആളുകൾ അങ്ങനെ ആയിരിക്കാം. മരണത്തിന് ശേഷമാണെങ്കിൽ കൂടി ആ ഫൈറ്റ് പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. പിന്നീട് ഈ വേൾഡ് ട്രേഡ് സെന്ററിനെ പറ്റി ഓർക്കുമ്പോൾ, അത് ആ സ്ഥലത്ത് ഇപ്പൊ നമുക്കറിയാം വേൾഡ് ട്രേഡ് സെന്റർ പുതിയ ഒരെണ്ണമുണ്ട്. 1776 ഫീറ്റില് അമേരിക്കയിലെ ഏറ്റവും ഉയരത്തിലുള്ള ബിൽഡിംഗ് ആണ്. അത് ഇപ്പൊ അടിയിൽ ബോംബിട്ടാൽ ബോംബാക്രമണത്തെയൊക്കെ ചെറുക്കുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ആണ്. കാരണം അത് 1993 അന്നത്തെ വേൾഡ് ട്രേഡ് സെന്ററിന് ബോംബാക്രമണം അടിയിൽ കാർ ബോംബും കൊണ്ടുവന്ന് ഇടിച്ച് അപകടം ഉണ്ടായതാണ്. അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത്രയും വലിയ കെട്ടിടം, ഒരുപാട് പണം മുടക്കി ഉണ്ടാക്കിയ കെട്ടിടമാണ്. അതിന്റെ കുറെ ഭാഗമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്, വളരെ ചെലവിലാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ടോളർ ബിൽഡിങ്സിനെ പറ്റിയുള്ള ഒരു കൗൺസിലുണ്ട് അമേരിക്കയിലെ. അതിന്റെ മേധാവിയായിരുന്നു ഡോക്ടർ ശങ്കർ നായർ. അദ്ദേഹം ഇപ്പോഴും മേധാവിയല്ല, അന്ന് മേധാവിയായിരുന്നു. അന്ന് അതിന് തൊട്ടു മുമ്പ് മേധാവിയായിരുന്നു. ഈ ഡോക്ടർ ശങ്കർ നായർ ചിക്കാഗോയിലാണ്. അദ്ദേഹം ഈ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ടോളർ ബിൽഡിങ്സിനെ പറ്റിയുള്ള ഏറ്റവും വലിയ അതോറിറ്റികളിൽ ഒരാളാണ്. ടോളർ ബിൽഡിങ്സ് ഉണ്ടാക്കിയവരിൽ ഒരാളാണ്. അതിന്റെ ഒരു അതോറിറ്റിയുമാണ്. അപ്പൊ അന്ന് അദ്ദേഹം നമ്മുടെ ആദ്യത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KPS മേനോന്റെ കൊച്ചുമകനുമാണ്, മകളുടെ മകനുമാണ്. അപ്പോൾ ഡോക്ടർ ശങ്കർ നായർ പറയാണ്, ഇങ്ങനെയുള്ള ഈ വലിയ ബിൽഡിങ്സ്, ടോളർ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്കണോമിക്കൽ അല്ല, അത് ലാഭത്തെക്കാൾ ഉപരി ഇത് ആളുകളെ കാണിക്കുക, ഇത് ഒരു പ്രൈഡ്, ആ രാജ്യത്തിന്റെ പ്രൈഡ്, അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതുണ്ടാക്കുന്നത്. ഇപ്പം ബുർജ് ഖലീഫ ഉണ്ടാക്കിയെങ്കിലും അത് ലാഭകരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഉണ്ട്. ബുർജ് ഖലീഫ ഞങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയുന്ന ആ അഭിമാനം തീർച്ചയായിട്ടും ഏറ്റവും ടോളർ ബിൽഡിംഗ് ഉണ്ട്. ആ ടോളർ ബിൽഡിങ്ങിനോടുള്ള താല്പര്യം എക്കോണമിയേക്കാൾ ഉപരി അതിലൊരു പ്രൈഡ് ആണ് പലപ്പോഴും കാണുന്നത്. അത് ഈ ടോളർ ബിൽഡിങ്സ് വളരെ സുരക്ഷിതമാണെന്നാണ് ഡോക്ടർ ശങ്കർ നായർ പറയുന്നത്. ഉയരം കുറഞ്ഞ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിരിക്കും ഒരു സ്റ്റോം ഉണ്ടാകുമ്പോഴോ, ഒരു കൊടുങ്കാറ്റുണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴോ ഈ ടോളർ ബിൽഡിങ്സിൽ നിൽക്കുന്നത്. കാരണം അതുപോലുള്ള കൺസ്ട്രക്ഷൻ ആണത്. അതിൽ യാതൊരു കുഴപ്പവും ഇല്ല, പേടിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഭീകരാക്രമണത്തെയൊക്കെ നേരിടാൻ ആ രീതിയിലല്ല ഇത് പണിയുന്നത്. അത് കാരണം അത് അവരുടെ ആർക്കിടെക്ട്സിന്റെ ചുമതലയല്ല, അത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. അപ്പം കെട്ടിടങ്ങൾ സുരക്ഷിതമായിരിക്കും, സുരക്ഷിതം തന്നെ. ആക്രമണമൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് നൂറുകണക്കിന് വർഷങ്ങൾ ആ കെട്ടിടങ്ങൾ നിന്നുവെന്നും വരും. അവ സംരക്ഷിക്കപ്പെടേണ്ടത്
ആ രീതിയിലാണ് ഇങ്ങനെ ആക്രമണങ്ങളും പിന്നെ പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അവയ്ക്ക് അതിജീവിക്കാൻ പറ്റാതെ വരും. അതാണ് വേൾഡ് ട്രേഡ് സെന്ററിനും സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ 9/11 നമ്മൾ 9/11 ദിനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അവിടെ കാര്യമായ ആഘോഷങ്ങളൊന്നും ഇപ്രാവശ്യമില്ല. പിന്നെ അതിനേക്കാൾ വലിയ ദുരന്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളും പ്രതീക്ഷിക്കാത്ത വേദനകളും അതിനുശേഷം നമ്മയെല്ലാം ബാധിക്കുന്ന സ്ഥിതിയും വന്നു. അന്ന് 3000 പേര് മരിച്ചപ്പോൾ അമേരിക്ക ഞെട്ടിപ്പോയി. ഇന്നിപ്പം ഏകദേശം 1,90,000 പേര് കൊറോണ മൂലം മരിച്ചു. അപ്പോൾ ആ മരണസംഖ്യയാണ് കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകമെങ്ങും ഇത് മാറ്റങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു വര വരച്ചാൽ അതിനെ ചെറുതാക്കാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാൾ വലിയൊരു വര. അപ്പം വേൾഡ് ട്രേഡ് സെന്റർ എന്ന ആ വരയ്ക്ക് മുകളിൽ അതിനേക്കാൾ വലിയ ഒരു വരയായിട്ട് കൊറോണ വന്നു. ആ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ പ്രാധാന്യം അവിടെ പിന്നെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്ന ഒരു വിഷയം. ഇതേപ്പറ്റി കൂടുതൽ ഉള്ള ചില പിന്നെ ഹാർട്ട് റെൻഡിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നാളെയും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അമേരിക്കൻ തരികിടയിലെ ഈ ഷോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. വിമർശനങ്ങളാണല്ലോ പ്രധാനം. പലരും വിമർശനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അല്ലെ തിരഞ്ഞെടുക്കുന്ന പിന്നെ സബ്ജക്റ്റിന്റെ രീതി, പിന്നെ സബ്ജക്റ്റിന്റെ പ്രസക്തി, ഇവയെ പറ്റിയൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവരോടെല്ലാം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത് പുതിയൊരു ഷോ ആണ്, പുതിയൊരു പരിപാടിയാണ്. ഞങ്ങളും ഈ രംഗത്ത് നവാഗതരായതിനാൽ അതിൻ്റെതായ കുഴപ്പങ്ങൾ ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവിധ പ്രതികരണങ്ങൾക്കും നന്ദി. നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും അറിയിക്കുക. editor@eMalayali.com. അമേരിക്കൻ തരികിട ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പ്രതികരണം editor@eMalayali.com. Is there a car dealer anywhere who is transparent, efficient, respectful? Yeah, there is. The new owner at Toyota City in Mamaroneck, now family owned and operated. Now is a great time to get to know the new Toyota City with RAV4 LE leases at just $198 a month. Not just on one or two, Toyota City has over 75 Toyota SUV models in stock now. Come see us. You're going to see why everyone is saying, I love this city. The new owner at Toyota City in Mamaroneck. Welcome to Toyota City, Westchester County's newest Toyota dealership. We're a family-owned and operated business looking forward to serving this community for many years to come. And since we took over, all we've tried to do is base our business on three things. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time, and we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York. मैं आप सबको टोयोटा सिटी मैमरोनिक में स्वागत करता हूँ. Toyota Cityയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഡീലർഷിപ്പ്. And we are here for you. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. Come see us. You're going to see why everyone is saying, I love this city.